Hello everyone. ഇന്ന് ഞാൻ ഇവിടെ ഒരു കോഫ്ത കറി ഉണ്ടാക്കുന്നു. മിക്സ്ഡ് വെജിറ്റബിൾ കോഫ്ത കറി. കോഫ്ത പലവിധം ഉണ്ടാക്കും. പനീരും പിന്നെ പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ കാണുന്ന മുമ്പ് ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം മിക്സ്ഡ് വെജിറ്റബിൾ എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ കോളിഫ്ലവറും ക്യാബേജും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ചോപ്പറിൽ ഗ്രേറ്റ് ചെയ്തതാണ്. അതൊക്കെ ഇട്ടിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ജീരകം പൊടി, ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കേണ്ട. വെജിറ്റബിൾസിൻ്റെ വാട്ടറൊക്കെ ഉണ്ടാവും, അത് നമുക്കത് നന്നായിട്ട് ബൈൻഡ് ആവും. സോ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ട പിടിച്ചിട്ട് വെക്കാം. സോ ഞാൻ അങ്ങനെ എല്ലാം ഞാൻ ഉണ്ട പിടിച്ച് വെച്ചു ഇവിടെ. പിന്നെ അത് ഡീപ് ഫ്രൈ ചെയ്യാം. ചീഞ്ചട്ടിയിൽ നന്നായിട്ട് അതൊന്ന് ഡീപ് ഫ്രൈ ചെയ്ത്. പിന്നെ കോഫ്ത ഇവിടെ റെഡിയായി. ഇവിടെ ഞാൻ എല്ലാം കോഫ്തയും ഞാൻ റെഡിയാക്കി. ഇത് നമുക്ക് പലവിധം കഴിക്കാം. മഞ്ചൂരിയനായിട്ട് ഉണ്ടാക്കാം, സ്നാക്കായിട്ട് സോസ് കൂട്ടിയിട്ട് കഴിക്കാം, പിന്നെ ഇങ്ങനെ കറിയിലും ഇടാം. ഞാനിവിടെ ഹാഫ് ഞാൻ സ്നാക്കായിട്ട് യൂസ് ചെയ്യുന്നു, പിന്നെ ഹാഫ് എടുത്തിട്ട് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നു. അതിന് ചീഞ്ചട്ടിയിൽ കറി ഉണ്ടാക്കാൻ ചീഞ്ചട്ടിയിൽ കടുക് ഇടുക, ജീരകം ഇടുക, പെരുംജീരകം ഇടുക, പിന്നെ ഇഞ്ചി പൂണ്ടും പച്ചമുളകും ചതച്ചിടുക, പിന്നെ ഓണിയൻ പേസ്റ്റ് 1 ഓണിയൻ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഓണിയൻ്റെ കളർ മാറേണ്ട വരയ്ക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് അടി പിടിക്കും. നന്നായിട്ട് അതൊന്ന് ഈ ഗ്രേവി മാതിരി വരും. ഇപ്പോൾ കുറച്ച് ക്യാപ്സിക്കം, ഹാഫ് ക്യാപ്സിക്കം ഇടാം. പിന്നെ ടൊമാറ്റോ പ്യൂരി, ഒരു 2 ടൊമാറ്റോസ്, മീഡിയം സൈസ് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു 6 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അത് ഞാൻ പേസ്റ്റാക്കി അത് ഇതിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. സോ കറി ഏകദേശം ഇവിടെ തിളച്ചു. പിന്നെ കോഫ്ത ഞാൻ ഉണ്ടാക്കിയ ഹാഫ് കോഫ്ത ഞാൻ എടുത്തിട്ട് കൂട്ടാനിലിടുക. പിന്നെ നന്നായിട്ട് ഇത് ബോയിലായി. പിന്നെ അതിൽ ജീരകം പൗഡറും ഗരം മസാല അവസാനം ഇടുക, പിന്നെ കൊത്തമല്ലി ഇടാം. സോ നല്ല ടേസ്റ്റി ഉള്ള കറിയാണ്. കുറച്ച് നേരം അടച്ചു വെക്കും, പിന്നെ കഴിക്കേണ്ട സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് അതൊന്ന് കുറുകും. സോ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തിനും ചോറും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.